ജീവ അവനെന്ത് കണ്ടില്ല. ആ ചേട്ടൻ വരാന്നോട്ടുണ്ട്, മേസ്തിരിയുടെ വീട്ടിലാണുള്ളത്. ഭാഗ്യാണ് വരാന്നോട്ടുണ്ട്. എനിക്ക് സുഹൃത്തിലേത്തായിരുന്നു പണിയെടുത്ത് ആകെ വെയിലത്ത് ഭയങ്കര ഇതായി പോയി. വർഗീസ് വന്നിട്ടില്ല. ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ താമസിച്ചു? ഫുഡ് കൊണ്ടുവന്നേ ഇതിനകത്തുണ്ട്. അതെ ഫുഡ് ശരിയായില്ല, പിടിച്ചിട്ടില്ല. പുതിയ ഹോട്ടൽ സ്പൈസ് തോന്നിട്ടുണ്ടോ? ഞാൻ വിളിച്ച് നോക്കിട്ടാക്കാം. ചേട്ടാ ചേട്ടാ ചേട്ടോ ചേട്ടനല്ലേ വിളിക്കണേ? ചേട്ടൻ വിളിച്ചിട്ട് കേൾക്കണല്ലേ? ചേട്ടോ ചേട്ടൻ എന്തായാലും രാത്രി വിടാ. ഞാനൊന്ന് കാല് കഴുകാൻ വന്നാണ്, അതും കൂടി ചെയ്യിക്കില്ലേ? ആരാ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാണ്. അടുത്ത ചേട്ടാ കൊതുകേറുവാ, വാതിലൊന്നും അടച്ച്. ആരായി പുതിയ ആള്? ഞാൻ അടുത്തുള്ള ആളാണ്. എന്തായാലും വന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നുള്ളൂ. ഇപ്പം ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാണ്. ഞങ്ങളുടെ പ്ലാന്റിന്റെ ഐസ് പ്ലാന്റിന്റെ മെയിൻ്റെനൻസിന്റെ വർക്കായിട്ട് വന്നേക്കാണ്. ആ അപ്പൊ ജോലിയൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ എന്താ പരിപാടി? എനിക്കിങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഞാൻ ചെയ്തു പോവുകയാണ്. കുഴപ്പമില്ല. നിങ്ങളിവിടെ താമസിച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ട്? ഞങ്ങളിവിടെ താമസിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. 2 ദിവസമായിട്ടുള്ളൂ. ഒരിപ്പോഴൊരു സ്ഥലത്ത് ഇല്ല. കുഴപ്പമുണ്ടോ? ഇവിടെ ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചനും താമസിച്ചിരുന്നത്. അവർ ഈ ഫാനിലാണ് കെട്ടിത്തൂങ്ങി ചത്തതായി. അവരിപ്പ ഇവിടെ പലയിടത്തും ഒക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നട്ട് പലരും ഒക്കെ കണ്ടതായിട്ടുണ്ടേ. അതൊക്കെ അന്ധവിശ്വാസമല്ലേ കേട്ടാ, അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുക. അങ്ങനെയല്ല മക്കളെ. ഒരു ദിവസം ജോയി ഇങ്ങനെ വരുമ്പോ പൈപ്പിൻ്റെ കാല് കഴുകി ഒരാൾ നിൽക്കണം. ജോയി വന്ന് നോക്കിയപ്പോൾ വല്യപ്പച്ചൻ. ജോയി പേടിച്ചൊരൊറ്റ ഓട്ടം. 2 ദിവസം പനി പിടിച്ച് കിടന്നു. അങ്ങനെയല്ല മക്കളെ. ആ വല്യമ്മച്ചന ആ വാതിലിൻ്റെയും ആ ജനലിൻ്റെയും എത്ര പേര് കണ്ടു പേടിച്ചേക്കണമെന്ന് അറിയാമോ? ചേട്ടാ മരിച്ചവരൊക്കെ ഇറങ്ങി നടക്കാൻ പോകണം. അവരൊരു പലിശക്കാരൻ്റെ ഇരുന്നേ കടം വാങ്ങി. അവസാനം അത് കൊടുക്കാൻ പറ്റിയില്ല. അയാൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അപ്പൊ നടന്ന സംഭവമാണ്. അവര് പിന്നെ ജീവിച്ചിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് തൂങ്ങിച്ചത്. എന്നിട്ട് ചേട്ടൻ എന്താണ് ഈ രാത്രി കറങ്ങി നടക്കുന്നത്? ഇത് കണ്ട ഇതെന്റെ കയ്യിലുള്ളോടത്തോളം കാലമേ ഒരു ശക്തിക്കും എന്നെ തൊടാൻ പറ്റൂല.
ആ പണി തുടങ്ങി. ചേട്ടാ ഇന്നൊരു ദിവസം കിടക്കോ? ആ ഒരു ദിവസം ചേട്ടാ. ആ ഒരു ദിവസം കിടക്കാം, ഒരു ദിവസം ഞാൻ കിടക്കാം. ആ വല്യപ്പച്ചന ഇവിടുത്തെ പൈപ്പിൻ്റെ എല്ലാവരും കാണാറുണ്ട്. പുറത്ത് പൈപ്പിൻ്റെ വീട്ടിൽ ഒരു കാർന്ന് ഒരു കാല് വീഴണ ഞാൻ കണ്ട്. ആ നിങ്ങൾ ആ വല്യപ്പച്ചനപ്പം നോട്ട് വിട്ടിട്ടുണ്ട്. അയ്യോ വീട്ടിൽ നിന്നാണ് പോണത്, ഞാൻ പോണു. നീ ഇവിടെ വെച്ചാണ് ആ കൊന്തില്ലേ, അതൊന്നും എനിക്ക് തരൂ. പുള്ളിയാണെങ്കിൽ വെള്ളം ഇവിടെ നമുക്ക് മാറണോടാ, അത് താമസിക്കാൻ അല്ലെന്ന് നമുക്ക് കുറച്ച് ദിവസം നോക്കി നോണയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള നല്ല വർത്താനത്തിൽ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെയും പോയി പാണ്ട്. അയ്യോ മുകളിലൊരു ഒച്ചയെ കണ്ടല്ലോ. നോക്കാൻ മതി. എന്താണത്? ആ ഇത് പൂച്ചോടിയപ്പോൾ പാത്രം വേണേടാ.